ക്വാറികളുടെ എണ്ണത്തിൽ ഒട്ടും പിന്നിലല്ല പത്തനംതിട്ട ജില്ല. പശ്ചിമഘട്ട മലനിരകളെ പോലും ഇവിടെ ക്വാറി ലോബികൾ കാർന്നു തിന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് കലഞ്ഞൂരും ചെമ്പൻമുടിയും അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ അണപൊട്ടിയത്. എന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ മറ്റൊരു തെരഞ്ഞെടുപ്പിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും തയ്യാറെടുക്കുമ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ എന്തു ചെയ്തു എന്ന ചോദ്യം ബാക്കിയാകുന്നു. കേരളത്തിൻ്റെ പ്രകൃതി സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ പരാജയപ്പെട്ടിരിക്കുകയും അവർ താൽക്കാലികമായിട്ട് മതസ്ഥാപനങ്ങളുടെയും മറ്റും വോട്ട് വാങ്ങുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടിത ശക്തികളുടെയും അല്ലെങ്കിൽ മൂലധന ശക്തികളുടെയും സൗകര്യത്തിനനുസരിച്ച് തങ്ങളുടെ നയങ്ങളെപ്പോലും മാറ്റിക്കൊണ്ടിരിക്കും. റവന്യൂ മന്ത്രി അടൂർ പ്രകാശിൻ്റെ നിയോജക മണ്ഡലമായ കോന്നിയിൽ തന്നെ 100ഓളം ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ജില്ലയുടെ മറ്റ് മലയോര മേഖലകളിലും അനധികൃതമായും അല്ലാതെയും നിരവധി ക്വാറികൾ ഇപ്പോഴും പ്രവർത്തനം തുടരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ക്വാറികൾ ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ ഉയർത്തിക്കാട്ടാനാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. ഓരോ 10 പേരെങ്കിലും ഞങ്ങൾ നിങ്ങളെ എതിർക്കുന്നു, ഞങ്ങൾ നിങ്ങളുടെ ഈ നയങ്ങളെ എതിർക്കുന്നുവെന്ന് പറയാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും കണ്ണു തുറക്കട്ടെ. അവരെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ പോരാട്ടമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ തിരസ്കരിച്ച പത്തനംതിട്ടയുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണമെന്നാണ് ഇവർ പറയുന്നത്. പശ്ചിമഘട്ട സംരക്ഷണം പ്രധാന ചർച്ചാ വിഷയമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മണ്ഡലത്തിലെ ക്വാറികൾക്കെതിരെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച നിലപാടും പ്രധാന ചർച്ചാ വിഷയമാകും. ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.